ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം ഞങ്ങളൊരു ചെറിയ സർപ്രൈസ് ഒക്കെ ഇരിക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ. ഓക്കെ, നമുക്ക് അമ്മുവിൻ്റെ അടുത്തേക്ക് പോകാം. ഹലോ, എന്താ സംഭവം? നാളെ എന്താ പ്രത്യേകത? ഓഗസ്റ്റ് 1 തൊട്ട് ചോദിക്കും ഓഗസ്റ്റ് 30 എന്നിട്ട് ഇന്നെന്താ പ്രത്യേകത എന്നോ. കൂട്ടുകാരൻ, നമ്മുടെ അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ചെറിയ അതെ. അപ്പൊ നമുക്ക് ചെറിയൊരു വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കുറച്ച് ഗിഫ്റ്റ് ഈ വീട്ടിൽ പല സ്ഥലങ്ങളായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കലാണ് ടാസ്ക്. അപ്പൊ ഞാൻ ഓരോരോ ക്ലൂ തരും. ആ ക്ലൂ അനുസരിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്ലൂ എന്ന് പറയണേ, നമ്മുടെ വീട്ടില് നമ്മുടേതല്ലാത്ത ഒരു സാധനമുണ്ട്. നമ്മുടെ വീടെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് ചോദിക്കും, ഇത് ആരുടെയാ, ഇത് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. നോക്ക്, അതൊന്നും എനിക്കറിയില്ല. അല്ല, അവിടെ കൊണ്ടുവരക്കാം. നമുക്കെല്ലാം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അൺബോക്സിങ് ആ കുട്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. നമ്പർ 2 ലാസ്റ്റ് ഒരുമിച്ചിരുന്ന് തുറക്കട്ടെ. അടുത്ത ക്ലൂ അവിടെ പറ. അടുത്ത ക്ലൂ എന്നാന്ന്? അങ്ങനെയല്ല, ഒരു ക്ലൂ പറ. ഞാൻ എവിടെയെങ്കിലും അക്കുടെ കണ്ടിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. കെട്ടിപ്പിടിച്ചോണ്ട് പറ, വേഗം പറ. അമ്മ എന്നും 2-3 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാധനത്തിലാണ്. ശരിയാ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. നാട്ടിലില്ല. അതെ, നാട്ടില് നമ്മുടെ വീട്ടിലില്ല. ഇപ്പൊ എവിടെയാന്ന് വെച്ചപ്പോ തപ്പ് ഇവിടെ നോക്ക്. ഇവിടെ തന്നെയാ ക്ലൂ. ഇവിടെ തന്നെയാ, അടുക്കള തന്നെയാ. നല്ല ചൂടുണ്ട്. ഓവന് തുറന്നു നോക്ക്. അത് തന്നെയാ. അതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്യൂടെക്സ് 3 ക്യൂടെക്സ് ഉള്ളോ? ഇനി അടുത്ത ക്ലൂ ഞാൻ പറയാവേ. അക്കുട്ടായി വല്ലപ്പോഴും ഉപയോഗിക്കുന്ന സാധനം. അക്കുട്ടായിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാധനം ഈ വീട്ടിലുണ്ട്. പക്ഷെ അക്കുട്ടായി അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. നമുക്കൊന്നും വലിയ ഇഷ്ടമല്ല. ബ്രഷ്. വല്ലപ്പോഴും അക്കുട്ടായിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. തപ്പ് അന്വേഷിപ്പിൻ. അക്കുട്ടയുടെ റൂമിലല്ല പോരെ. ഈ ഹോളിൽ തന്നെയുണ്ട്. തപ്പ തപ്പ നോക്കി നിക്കുക.
ആ വേറെ സാധനം കിട്ടി. വേറെ സാധനം കിട്ടി അടുത്ത് അടച്ചോ. വേണ്ട ഇങ്ങ് വാ. ഇനി ക്ലൂ അതെ ഇനി മാറ്റാൻ പറ്റില്ല. ഇനി അത് തന്നെ ആ കുട്ടി ഗിഫ്റ്റ് കിട്ടിയ സാധനം. അത് ശരിക്കും ക്ലൂ വേറെ സാധനം വേറെയാ. എനിക്ക് ടിവിയുടെ ടേബിളാണ് ഗിഫ്റ്റ്. ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ്. ആ ഹരിച്ചേട്ടൻ ക്ലൂ. കൂടെ വല്ലപ്പോഴും ഉപയോഗിക്കും. കൂട്ടുഞ്ഞാൽ ഇല്ല ഇനിയുണ്ട്. ഇനി അടുത്ത ക്ലൂ. കുട്ടി എനിക്കൊരു ഗിഫ്റ്റ് തന്നു, നമുക്ക് ഇഷ്ടമുള്ള. അതൊന്നും എനിക്കറിയില്ല, തപ്പി കണ്ടുപിടിച്ചോ. മറ്റേ ഇത് ഫോട്ടോ ഫ്രെയിം നമുക്കിഷ്ടം, എനിക്കും ഇഷ്ടം. അപ്പൊ ഇപ്പൊ നല്ല ചൂടുണ്ട്. അത് അത്ര ഗിഫ്റ്റ് എടുത്തില്ല. അത് കണ്ടുപിടിക്കില്ല കുട്ടെ. അതിനും കൂടി ക്ലൂ തരാം, അല്ലെങ്കിൽ കണ്ടുപിടിക്കും. അവിടെ ചൂടുണ്ട്. അമ്മു കാണാനില്ല. ഞാൻ നോക്കിയപ്പോ ഫ്രെയിമിൽ അമ്മുനെ കാണാനില്ല. ഇനി അടിച്ചു വാ. ചൂടുണ്ട് നല്ല. ആ ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചതല്ലേ. ഇപ്പൊ തണുപ്പാ. തണുപ്പാ. അതൊന്നും പോയിട്ട് വാ. തണുപ്പ് 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 തണുപ്പ്. അല്ല അല്ല അതിന് ഗിഫ്റ്റ് പേപ്പർ കിട്ടിയില്ല. പുതിയ വാ. ഇനിയുണ്ടോ വാ. ഇനി ക്ലൂ തരാം. ഒരു ക്ലൂ തരാം. ഈ ഒരു ക്ലൂ തരാം. എന്റെ ഒരു സാധനം, പക്ഷെ അമ്മുന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ സ്ഥലം അല്ല. അത് ഏറ്റവും ഫേവറേറ്റ് ഏതാന്ന് വെച്ചാൽ അവിടെ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ലാസ്റ്റ് വണ്ണാണേ. ചൂടുണ്ട്. പൊക്കോ. ചൂട് തപ്പിക്കോ. ഇവിടെ ഇത്ര തണുപ്പില്ല. അല്ല ചൂടില്ല. ഇന്ന് ചൂടുണ്ട്. ഇല്ല ഇല്ല ഇല്ല. ഇതേപോലെ ഞാൻ വീഡിയോ എടുത്തൊക്കെ കിട്ടുന്നുണ്ടാവും. അമ്മന്റെ എക്സ്പ്രഷൻ. ആ ചൂടുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അല്ല അല്ല എല്ലാം ചെരുപ്പിട്ടാ. ഉണ്ട്, നല്ല ചൂടുണ്ട് ഇപ്പൊ. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. അമ്മുന്റെ ഫേവറേറ്റ് അല്ല. അമ്മുന്റെ ഫേവറേറ്റ് തീർന്നു. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം.
കുരുപ്പ്. ആ ഗിഫ്റ്റിന്റെ പുറകിൽ ഒരു വലിയ കഥയുണ്ട്. ഇല്ല ഞാൻ പറയും. അല്ല വേണ്ട അല്ല ആയിക്കോട്ടെ. അതെന്ന് പറഞ്ഞുണ്ടല്ലോ ഞാൻ ഈ ഇങ്ങനെ തപ്പി തപ്പി അത് വളയാ അതെങ്ങനെയാ അത് അടുപ്പിക്കണം തോന്നുന്നു അല്ലേ? നല്ലയാണോ? ഈ ഞാനിങ്ങനെ ഈ ഗിഫ്റ്റ് ഓർഡർ ചെയ്തു ഞാൻ ഇവനോട് പറയാണ്ടായി ഗിഫ്റ്റ് ഓർഡർ ചെയ്തു. അത് തുറക്ക് അതല്ലേ ആക്കട്ടെ. കൈ നമുക്ക് ഉള്ളിലിടാനൊരു സംഭവിപ്പിക്കാം. അതിനകത്ത് എന്നോടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വലിപ്പം കാണിച്ചപ്പോ അതല്ല അത് കാണിച്ചേ. ഇത് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത എന്നെ പറഞ്ഞ പോരെ. എന്നിട്ട് ഞാൻ ആ കുട്ടിയോട് ഇത് പറഞ്ഞില്ല. ഓർഡർ ചെയ്തപ്പോ പറയാൻ വിട്ടുപോയ. அது வரைக்கும் கங்காவை அந்த மாதிரி ஒரு நிலையில நான் பார்த்ததே இல்லை. ശിവാജിന്റെ സൈക്കിക് വൈബ്രേഷൻ. ഹലോ, അപ്പം നാട്ടില് 12 മണിയാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു മീ. എനിക്കങ്ങനെ 25 വയസ്സായി.